മലയാള സിനിമയിൽ പവർ ഗ്രൂപ്പ് ഉണ്ടോ? ഉണ്ടെങ്കിൽ അതിൽ ആരെല്ലാം? ഇങ്ങനെ തുടങ്ങിയ ചോദ്യങ്ങൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ മാധ്യമങ്ങളിൽ നിറയുകയാണ്. മുതിർന്ന താരങ്ങളായ പലരുടെയും പേരുകൾ ഇതിനോടകം ഊഹിച്ചെടുത്തതും ചർച്ചകൾക്ക് വഴിയൊരുക്കി. എന്നാൽ പവർ ഗ്രൂപ്പ് ഏതെങ്കിലും ഒരു ഗ്രൂപ്പിനെ കേന്ദ്രീകരിച്ചല്ല എന്നും 3 വരെ ഗ്രൂപ്പുകൾ അത്തരത്തിൽ മലയാള സിനിമയിൽ വിവിധ മേഖലകളിലായി നിലനിൽക്കുന്നുവെന്നും റിപ്പോർട്ടുകളുണ്ടായി. അപ്പോഴാണ് നടൻ കുഞ്ചാക്കോ ബോബൻ തന്റെ പവർ ഗ്രൂപ്പിനെ പരിചയപ്പെടുത്തി ഇൻസ്റ്റാഗ്രാമിൽ എത്തിയത്. കഴിഞ്ഞ ദിവസം ചാക്കോച്ചൻ പോസ്റ്റ് ചെയ്ത റീൽ വീഡിയോ ആണ് ആരാധകർ ഇപ്പോൾ ഏറ്റെടുത്തു കഴിഞ്ഞത്. ചാക്കോച്ചന്റെ പോസ്റ്റ് കണ്ടാൽ ആർക്കായാലും ലൈക്ക് അടിക്കാതിരിക്കാനായിരിക്കും പ്രയാസം. അടുത്ത കൂട്ടുകാരനായ രമേശ് പിഷാരടി, മഞ്ജു വാര്യർ എന്ന് തുടങ്ങി മലയാള സിനിമയിൽ നിറയെ ആരാധകരുള്ള താരങ്ങളാണ് ഈ ഒരു പോസ്റ്റിനെ തിരഞ്ഞു പിടിച്ച് ലൈക്ക് അടിച്ചതും. കമന്റ് ചെയ്തവർ അതിലും രസകരമായ പല വ്യാഖ്യാനങ്ങളും കണ്ടുപിടിച്ചിരിക്കുന്നു. എന്റെ പവർ ഗ്രൂപ്പ് എന്നാണ് ചാക്കോച്ചൻ നൽകിയ ക്യാപ്ഷൻ. ഇതിലുള്ള 2 പേരും അഭിനേതാക്കളല്ല എന്ന് കണ്ടവർക്ക് മനസ്സിലായി. ഇനി ഇവർ അമ്മയിലുണ്ടോ എന്നെങ്ങാനും ചോദിച്ചു കഴിഞ്ഞാൽ ഇതിലൊരാൾ അമ്മയാണ്, മറ്റൊരാൾ മകനാണ്, ഇനിയൊരാൾ അച്ഛനാണ് എന്ന് വ്യാഖ്യാനിക്കാം. ഭാര്യ പ്രിയയെയും മകൻ ഇസഹാക്കിനെയും ചേർത്ത് പിടിച്ച ഒരു സ്നേഹ വീഡിയോയാണ് കുഞ്ചാക്കോ ബോബൻ ഇപ്പോൾ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം കുഞ്ചാക്കോ ബോബൻ നായകനായ ഒരു സിനിമയുടെ സംവിധായകയുടെ ആരോപണം ഏതാണ്ട് ഒന്നിച്ചിറങ്ങി എന്ന് തന്നെ പറയാം. ചാക്കോച്ചന്റെ മുത്തശ്ശനായി തുടങ്ങി വെച്ച ഉദയ സ്റ്റുഡിയോസ് കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് പൊടിതട്ടിയെടുത്ത് കുഞ്ചാക്കോ ബോബൻ സിനിമാ നിർമ്മാണത്തിലേക്ക് കടന്നിരുന്നു. നടൻ ടൊവിനോ തോമസ്, RJ മിഥുൻ രമേശ്, ഗീതു മോഹൻദാസ്, ദിവ്യപ്രഭ തുടങ്ങിയവർ ഈ ചിത്രങ്ങൾക്ക് ഇമോജികൾ കൊണ്ട് ക്യാപ്ഷൻ നൽകി. ഇത്തരം പോസ്റ്റ് വന്നാൽ താരങ്ങളെക്കാളും സിനിമാക്കാരെക്കാളും ക്രിയേറ്റീവ് ആവുക അവരുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരായിരിക്കുമല്ലോ. കുഞ്ചാക്കോ ബോബന്റെ കാര്യത്തിലും പതിവ് തെറ്റിയില്ല. കമന്റ് ബോക്സിൽ ആഘോഷരാവിനെ തിരിതെളിക്കാൻ ഇതിൽ കൂടുതൽ ഒന്നും വേണ്ടായിരുന്നു. പവർ ഗ്രൂപ്പിന്റെ ഇട്ടാണല്ലോ മച്ചമ്പി എന്ന് മറ്റൊരാൾ കമന്റ് ചെയ്യുകയുണ്ടായി. ഇതിൽ കൂടുതൽ ലൈക്ക് കിട്ടിയ കമന്റുകളുമുണ്ട്. റസീം എന്നൊരാളുടെ ക്രിയേറ്റിവിറ്റി കൂട്ടത്തിൽ അല്പം മികച്ചതാണ്. പവർ ഗ്രൂപ്പിലെ ഒന്നാമനാണ് നെഞ്ചിൽ കിടക്കുന്നത്. എല്ലാ തീരുമാനങ്ങളും എടുക്കുന്നത് അവനാണ്. ചാക്കോച്ചന്റെ പല അവസരങ്ങളും അവൻ നഷ്ടപ്പെടുത്തി. ഡാഡി കൂൾ എന്ന ഹാഷ്ടാഗോടുകൂടി ചാക്കോച്ചന്റെ കുഞ്ഞു മകൻ ഇസഹാക്കിനെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ആരാധകന്റെ ഈ ഒരു കമന്റ്. കുഞ്ഞു പിറന്നതിൽ പിന്നെ അഭിനയിക്കാൻ പോകാനുള്ള മടിയെ പറ്റി ഒരിക്കൽ ചാക്കോച്ചൻ തുറന്നു പറഞ്ഞിരുന്നു. മകൻ ജനിച്ചതിന് ശേഷം തന്നെക്കാൾ ഏറെ ഉത്തരവാദിത്വത്തോടെ കാര്യങ്ങൾ നോക്കി നടത്തുന്നത് ചാക്കോച്ചനാണെന്ന് ഭാര്യ പ്രിയയും സർട്ടിഫിക്കറ്റ് നൽകിയിരുന്നു. എന്തായാലും ചാക്കോച്ചന്റെ കാര്യത്തിൽ ഇസുവിന് മേൽക്കൈ ഉണ്ടെന്ന കാര്യത്തിൽ തർക്കമില്ല. കുഞ്ചാക്കോ ബോബൻ അഭിനയിച്ച മാംഗല്യം തന്തുനാനേന എന്ന ചിത്രത്തിന്റെ സംവിധായക സൗമ്യ സദാനന്ദൻ നേരത്തെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് പങ്കുവച്ചിരുന്നു. ഹേമ കമ്മിറ്റിക്ക് മുന്നിൽ വ്യക്തമാക്കിയ കാര്യങ്ങൾ പൊതു ഇടത്തിൽ തുറന്നു പറയുന്നു എന്നൊരു ആമുഖത്തോടെയായിരുന്നു സൗമ്യയുടെ ആ ഒരു പോസ്റ്റ്. സിനിമയിലെ നല്ല ആൺകുട്ടികൾക്ക് പോലും മറ്റൊരു മുഖമുണ്ടെന്നും തന്റെ ആദ്യ സിനിമ അനുവാദമില്ലാതെ പ്രധാന നടനും സഹനിർമ്മാതാവ് എഡിറ്റ് ചെയ്തു എന്നും സൗമ്യ ആരോപിച്ചിരുന്നു. പലരും സൗമ്യ സദാനന്ദന്റെ ഈ പോസ്റ്റുമായി ബന്ധപ്പെടുത്തിയാണ് ചാക്കോച്ചന്റെ വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്തിരിക്കുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന്റെ പശ്ചാത്തലത്തിലാണ് സംവിധായികയായ സൗമ്യ സദാനന്ദൻ തന്റെ പ്രതികരണം അറിയിച്ചിരുന്നത്. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് അവർ ഈ ഒരു പ്രതികരണം നടത്തിയിരുന്നത്. ഇൻഡസ്ട്രിയിലെ നല്ല കുട്ടി ഇമേജ് ഉള്ളവർക്ക് പോലും ഒരു ഡാർക്ക് സൈഡ് ഉണ്ട് എന്നാണ് ഇവർ പറയുന്നത്. ഒരു പ്രധാന താരവും കോ പ്രൊഡ്യൂസറും ചേർന്ന് തന്റെ ആദ്യ സിനിമയിൽ ഒരുപാട് എഡിറ്റിംഗ് നടത്തിയെന്നും ഇത് തന്റെ അനുവാദമില്ലാതെയാണ് ചെയ്തതെന്നും പിന്നീട് മറ്റൊരു സിനിമയിലും താനുമായി സഹകരിക്കാൻ അവർ തയ്യാറായിരുന്നില്ല എന്നുമാണ് ഇവർ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇതുകൂടാതെ ഗുരുതരമായ മറ്റൊരു ആരോപണം കൂടി ഇവർ ഉന്നയിച്ചിട്ടുണ്ട്. മലയാള സിനിമയിൽ നിന്നും തന്നെ ചില ആളുകൾ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തു എന്നും പണത്തിന് പകരം സെക്സ് എന്ന ഡിമാൻഡ് നടിമാർക്ക് മുന്നിൽ വെച്ചത് ചോദ്യം ചെയ്തപ്പോഴാണ് തനിക്ക് ഇങ്ങനൊരു അനുഭവം ഉണ്ടായതെന്നും ഇവർ ആരോപിക്കുന്നു. അതേസമയം മാംഗല്യം തന്തുനാനെ എന്നതാണ് ഇവരുടെ ആദ്യത്തെ സിനിമ. കുഞ്ചാക്കോ ബോബനാണ് ഈ ഒരു സിനിമയിലെ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇവരുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇവർ ഒരിക്കലും കുഞ്ചാക്കോ ബോബന്റെ പേര് പറഞ്ഞിട്ടില്ല. എങ്കിലും ആദ്യ സിനിമയിലെ നായകൻ കുഞ്ചാക്കോ ബോബൻ ആണ് എന്നതുകൊണ്ടും കുഞ്ചാക്കോ ബോബന് സിനിമാ മേഖലയിൽ ഒരു ജെന്റിൽമാൻ ഇമേജ് ഉള്ളതുകൊണ്ടുമാണ് ഇപ്പോൾ വലിയൊരു വിഭാഗം ആളുകളും ഇദ്ദേഹത്തെ സംശയിക്കുന്നത്.